നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയരായ സൂപ്പർ ഇൻവെസ്റ്റർമാരിൽ ഒരാളാണ് മുകുൾ അഗർവാൾ. പലരും അദ്ദേഹത്തെ ഇന്ത്യയുടെ വാറൻ ബഫറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അധികം താല്പര്യമില്ലാത്ത അദ്ദേഹം തന്റെ നിക്ഷേപങ്ങളിലൂടെ ലഭിക്കുന്ന വിജയങ്ങളിലൂടെ സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിലവിൽ 6600 കോടി രൂപയിലധികം മൂല്യമുള്ള 72 ഓഹരികൾ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിലുണ്ട്. മികച്ച ഡിവിഡൻഡ് നൽകുന്നതും മൂലധന കാര്യക്ഷമതയുള്ളതുമായ ഒരു ഓഹരി അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിലുണ്ട്. കഴിഞ്ഞ 8 വർഷമായി ഈ ഓഹരി അഗർവാളിന്റെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാണ്. ഓഹരിയെക്കുറിച്ച് മനസ്സിലാക്കാം. MPS ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. 1970-ൽ സ്ഥാപിതമായ MPS ലിമിറ്റഡ് കോർപ്പറേറ്റുകൾക്കായി വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളിൽ ലേണിംഗ് പ്ലാറ്റ്ഫോം സൊല്യൂഷനുകൾ നൽകുന്ന ഒരു B2B കമ്പനിയാണ്. 2554 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിക്ക് 700-ലധികം ഉപഭോക്താക്കളുണ്ട്. ഇതിൽ വരുമാനത്തിന്റെ 33% ആദ്യ 5 ഉപഭോക്താക്കളിൽ നിന്നും 46% ആദ്യ 10 ഉപഭോക്താക്കളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കമ്പനി 8 കമ്പനികളെ ഏറ്റെടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 2018-ൽ അവസാനിച്ച പാദത്തിലെ എക്സ്ചേഞ്ച് ഫയലിംഗിൽ പ്രകാരം മുകുൾ അഗർവാളിന് ഈ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തമുണ്ട്. നിലവിൽ അദ്ദേഹം കമ്പനിയുടെ 4.5% ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട്. ഇതിന്റെ മൂല്യം ഏകദേശം 114 കോടി രൂപ വരും. കമ്പനിയുടെ നിലവിലെ ROC അഥവാ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 41%. ഇത് നിലവിലെ ഇൻഡസ്ട്രി മീഡിയനായ 22%-ന്റെ ഏകദേശം ഇരട്ടിയാണ്. ലളിതമായി പറഞ്ഞാൽ ബിസിനസ് മൂലധനമായി ഉപയോഗിക്കുന്ന ഓരോ 100 രൂപയ്ക്കും MPS 41 രൂപ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. സമാന മേഖലയിലെ മറ്റ് കമ്പനികൾ ശരാശരി 22 രൂപ മാത്രമാണ് നേടുന്നത്. ഇതോടൊപ്പം കമ്പനിയുടെ ഡെബ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെറും 0.02 മാത്രമാണ്. ഇതിനർത്ഥം കമ്പനി പ്രായോഗികമായി കടരഹിതമാണ് എന്നാണ്. അതിനാൽ വലിയ പലിശ തിരിച്ചടവുകൾ ലാഭത്തെ ബാധിക്കുന്നില്ല. ഈ നേട്ടങ്ങൾ കമ്പനി സ്വന്തമായി വെക്കുകയല്ല, മറിച്ച് ഡിവിഡൻഡുകളിലൂടെ തങ്ങളുടെ ഓഹരി ഉടമകളുമായി പങ്കിടുകയും ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രി മീഡിയൻ 0% ആയിരിക്കുമ്പോൾ ഈ കമ്പനിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 5.6%. കൂടാതെ കമ്പനി 78% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നിലനിർത്തുകയും ചെയ്യുന്നു. ഈ കമ്പനിയുടെ പ്രകടനം നിലനിർത്താൻ ആവശ്യമായ സാമ്പത്തിക അടിത്തറയുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം. 2020 സാമ്പത്തിക വർഷത്തിനും 2025 സാമ്പത്തിക വർഷത്തിനും ഇടയിൽ കമ്പനിയുടെ വിൽപ്പന 332 കോടി രൂപയിൽ നിന്നും 727 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. അതായത് 17% വാർഷിക വളർച്ച. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ഡിസംബർ അവസാനിച്ച പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയ വിൽപ്പന 662 കോടി രൂപയാണ്. കമ്പനിയുടെ എബിഡ അതായത് പലിശ, നികുതി തുടങ്ങിയവയ്ക്ക് മുൻപുള്ള ലാഭം 2020 സാമ്പത്തിക വർഷത്തിലെ 79 കോടി രൂപയിൽ നിന്നും 2025 സാമ്പത്തിക വർഷത്തിൽ 211 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇവിടെയും 22% വാർഷിക വളർച്ച കൈവരിച്ചു. മൂന്നാം പാദം അവസാനിച്ചപ്പോൾ കമ്പനിക്ക് 168 കോടി രൂപയുടെ എബിഡ കൈവരിക്കാനായിട്ടുണ്ട്. അറ്റാദായം അഥവാ ലാഭം 2020 സാമ്പത്തിക വർഷത്തിലെ 60 കോടി രൂപയിൽ നിന്നും 2025 സാമ്പത്തിക വർഷത്തിൽ 149 കോടി രൂപയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും 22% വാർഷിക വളർച്ച ലാഭത്തിൽ കൈവരിച്ചു. മൂന്നാം പാദം അവസാനിപ്പിച്ചപ്പോൾ 126 കോടി രൂപയാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ലാഭം. MPS ലിമിറ്റഡിന്റെ ഓഹരി വില 2021 ഫെബ്രുവരിയിൽ ഏകദേശം 475 രൂപയായിരുന്നു. എന്നാൽ ഇന്ന് 1637 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് 5 വർഷത്തിനിടെ 214% വർധനവ് ഓഹരി വിലയിലും ഉണ്ടായിട്ടുണ്ട്. 5 വർഷം മുൻപ് ഈ കമ്പനിയിൽ നിക്ഷേപിച്ച 1 ലക്ഷം രൂപ ഇന്ന് 3.2 ലക്ഷം രൂപയ്ക്കും അധികമാകുമായിരുന്നു. വാല്യൂഷന്റെ കാര്യമെടുത്താൽ ഓഹരി ഇപ്പോൾ 16 ടൈംസ് PE-യിലാണ് വ്യാപാരം നടത്തുന്നത്. ഇത് ഇൻഡസ്ട്രി മീഡിയനായ 21 ടൈംസിനേക്കാൾ കുറവാണ്. MPS ലിമിറ്റഡിന്റെ 10 വർഷത്തെ മീഡിയൻ 17 ടൈംസും ഇതേ കാലയളവിൽ ഇൻഡസ്ട്രി മീഡിയൻ 27 ടൈംസുമാണ്. ഈ ഓഹരി അതിന്റെ സർവകാല ഉയരത്തിൽ നിന്നും ഇപ്പോൾ 52% ഡിസ്കൗണ്ടിലാണ് വ്യാപാരം ചെയ്യുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം 32% ഇടിവ് ഇതിനുണ്ടായിട്ടുണ്ട്. Q3 അറ്റാദായത്തിലുണ്ടായ 13% ഇയർ ഓൺ ഇയർ ഇടിവ് കോർപ്പറേറ്റ് ലേണിംഗ് വിഭാഗത്തിലെ ലാഭവിഹിതത്തിനുണ്ടായിട്ടുള്ള കുറവ് അഥവാ മാർജിൻ കംപ്രഷൻ, ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ രാജി എന്നിവയൊക്കെയാണ് ഈ ഇടിവിന് പ്രധാന കാരണമായത്. ബാലൻസ് ഷീറ്റ് ശക്തവും സുരക്ഷിതവുമാണെങ്കിലും ബിസിനസ് ഇപ്പോൾ ചില വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. വിപണിയിൽ ഓഹരിയുടെ ടെക്നിക്കൽ പരിശോധിച്ചാൽ ബെയറിഷ് ട്രെൻഡിൽ തന്നെയാണെന്ന് കാണാം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഓഹരിയുടെ വിലയിൽ തുടർച്ചയായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ ഏകദേശം 32% മുതൽ 37% വരത്തിന്റെ കറക്ഷൻ ഓഹരിയിൽ പ്രകടമായി. 2026 ഫെബ്രുവരി 13-ഓടെ ഓഹരി വില അതിന്റെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരമായ 1467 എത്തിയിരുന്നു. എന്നാൽ ഫെബ്രുവരി 17-ഓടെ വിലയിൽ ഏകദേശം 8.9% വർധനവോടെ ഒരു റീബൗണ്ട് ദൃശ്യമായിട്ടുണ്ട്. നിലവിൽ ഈ ഓഹരി അതിന്റെ എല്ലാ പ്രധാന മൂവിംഗ് ആവറേജുകൾക്കും താഴെയാണ് വ്യാപാരം നടത്തുന്നത്. സാങ്കേതിക വിശകലന പ്രകാരം എല്ലാ പ്രധാന ആവറേജുകൾക്കും താഴെ നിൽക്കുന്നത് ഓഹരിയുടെ ശക്തമായ നെഗറ്റീവ് മൊമെന്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്.
ട്രെൻഡ് മാറണമെങ്കിൽ വില ഈ ആവറേജുകൾക്ക് മുകളിൽ ക്ലോസ് ചെയ്യേണ്ട ലഭിക്കാവുന്ന ഏറ്റവും അടുത്ത സപ്പോർട്ട് 1467 രൂപ തന്നെയാണ്. ഇതിന് താഴേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ലെവലുകൾ 1450, 1400 എന്നിവയായിരിക്കും. വില ഉയരുകയാണെങ്കിൽ നേരിടേണ്ടി വരുന്ന ആദ്യ റെസിസ്റ്റൻസ് 1650 രൂപ മേഖലയിലാണ്. ഇത് മറികടന്നാൽ 1850 to 2000 എന്നീ നിലവാരങ്ങളിലേക്ക് ഓഹരി തിരികെ കയറാൻ സാധ്യതയുണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നിലവിൽ 25 to 35 റേഞ്ചിലാണ്. ഇത് ഓവർസോൾഡ് മേഖലയ്ക്ക് അടുത്താണെന്ന് പറയാം. അതായത് ഓഹരിയിൽ അമിതമായ വിൽപ്പന നടന്നു കഴിഞ്ഞു. അതിനാൽ വരും ദിവസങ്ങളിൽ ഒരു ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ദിവസങ്ങളിൽ വില കൂടുമ്പോൾ വിപണിയിലെ വോളിയം വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് ട്രെൻഡ് മാറ്റം തിരിച്ചറിയാൻ സഹായിക്കും. ചുരുക്കത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഫണ്ടമെന്റലുകൾ ശക്തമാണെങ്കിലും ടെക്നിക്കൽ ചാർട്ടുകളിൽ ഓഹരി ഇപ്പോൾ ദുർബലമായ അവസ്ഥയിലാണ്. നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ശക്തമായ ഫണ്ടമെന്റലും ഉയർന്ന ഡിവിഡൻഡുമുള്ള ഓഹരി വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. എന്നാൽ ഹ്രസ്വകാല ട്രേഡർമാർക്ക് വില സ്ഥിരത പ്രാപിക്കുന്നതുവരെ കാത്തിരിക്കുന്നത് കൂടുതൽ സുരക്ഷിതത്വം നൽകും.